ഹായ് ഹലോ, ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നൈസായിട്ട് ഞാൻ മാറ്റി. കാരണം എന്താണെന്നല്ലേ, എൻ്റെ ഒട്ടുമിക്ക ഫ്രണ്ട്സും എന്നെ വിളിച്ചിട്ട് എടാ നിൻ്റെ ചാനൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല, സെക്കൻഡ് ഷോ എന്നടിച്ചിട്ട് വരുന്നില്ല, വേറെ പലതുമാണല്ലോ വരണത്, നീ യൂട്യൂബിൽ തന്നെയാണോ ഈ വീഡിയോസൊക്കെ ചെയ്യണത്, അതെ മറ്റ് വേറെ എവിടെയെങ്കിലും ആണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ചേടാ അതെന്താണ് അങ്ങനെ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല? എന്നാൽ പിന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാമെന്ന് കരുതി ഞാനും ആ സെർച്ച് ബാറിൽ പോയി സെക്കൻഡ് ഷോ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. താ കിടക്കുന്നു ഒരു തമിഴൻ്റെ ചാനൽ. പിന്നെയും ഞാൻ കുറേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ അതാ കിടക്കുന്നു സെക്കൻഡ് ഷോ സിനിമ, നമ്മുടെ ദുൽഖർ സൽമാനും സണ്ണി വേണുവും ഒക്കെ അഭിനയിച്ച സിനിമയുടെ കുറേ ക്ലിപ്പിങ്സുകൾ. എൻ്റെ സുഹൃത്തുക്കളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം എന്ന് പറഞ്ഞാൽ ആ തമിഴിൻ്റെ ചാനലിൽ നല്ല റീച്ചുള്ള ഒരു ചാനലാണ്. അതുപോലെ ഈ സെക്കൻഡ് ഷോ സിനിമയുടെ ക്ലിപ്പിങ്സും അത്യാവശ്യം നല്ല റീച്ചുള്ള വീഡിയോസാണ്. അപ്പോൾ എന്തുകൊണ്ടും യൂട്യൂബ് ആ വീഡിയോസിനല്ലേ റെക്കമെൻഡ് ചെയ്യൂ. എൻ്റെ ഈ പാവപ്പെട്ടവൻ്റെ ചാനലിനെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നേ ഇല്ല. യൂട്യൂബ് എന്തിന്, വീട്ടിലുള്ളവർ പോലും റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഈ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിക്കളഞ്ഞാലോ എന്ന ചിന്തയിലേക്ക് വന്നത്. അപ്പോൾ സെക്കൻഡ് ഷോ എന്ന പേര് മാറ്റിയിട്ട് വേറെ എന്ത് പേര് വയ്ക്കാം എന്ന ചിന്തയിലായി ഞാൻ. എന്തായാലും ഒരു സിനിമ ചാനലാണല്ലോ, സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും സിനിമ സംബന്ധമായ ഒരു പേര് തന്നെ വയ്ക്കണം. അപ്പോൾ അങ്ങനെ ഏതൊരു പേര് ഞാൻ വയ്ക്കും എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് ഞാൻ കിടന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈകി വന്നിട്ട് ബിരിയാണി തീർന്നു പോയി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ഇട്ടത്. കാരണം ഞാൻ യൂട്യൂബ് വളരെ ലേറ്റായി തുടങ്ങിയ ഒരാളായതുകൊണ്ട് എനിക്ക് മുമ്പേ വന്ന ഒരുപാട് യൂട്യൂബേഴ്സ് നല്ല യൂണീക്കായിട്ടുള്ള പേരുകളൊക്കെ ഓൾറെഡി അവരെടുത്തു കഴിഞ്ഞു. പിന്നെയും ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പേരുകൾ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തു. ഇപ്പോൾ സിനിമ പ്രേമി, സിനിമ നിരൂപകൻ, പിന്നെ സിനിമ മോഹി, ഇതാ കിടക്കുന്നു ഒരു സിനിമ മോഹി. പിന്നെ ഞാൻ നോക്കിയത് സിനിമ പ്രാന്തൻ, ഇതാ കിടക്കുന്നു ഒരു സിനിമ പ്രാന്തൻ. ശരി, അതും വേണ്ട. അടുത്ത് നോക്കി സിനിമാക്കാരൻ, ഇതാ കിടക്കുന്നു നമ്മുടെ സിനിമാക്കാരൻ അമൽ. അമൽ ബ്രോ, എന്തിനേറെ സിനിമ ഉണ്ണി എന്ന് വരെ ഞാൻ അടിച്ചു നോക്കി. പക്ഷെ ഇതാ കിടക്കുന്നു നമ്മുടെ ഉണ്ണി വ്ളോഗ്. പിന്നെ വേറൊരാൾ, ഇപ്പോൾ കൊക്കിറച്ചിക്ക് കിലോ എന്താണ് വില എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും യൂട്യൂബിൽ വരുന്ന ആദ്യത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അശ്വന്ത് കോക്കാണ്. അതുകൊണ്ട് വിട്ടുപിടി. പിന്നെ ഇനി ഏത് പേര് വയ്ക്കാമെന്ന എൻ്റെ ചിന്ത ഇങ്ങനെ തല പുകഞ്ഞ് ഞാൻ ഇരിക്കെ പെട്ടെന്നാണ് എൻ്റെ പൊന്നുമോളുടെ ആ വിളി അപ്പുറത്തെ മുറിയിൽ നിന്ന് കേട്ടത്. ചേട്ടാ, മകനെ, ഇന്നു മുതൽ നിന്റെ ചാനൽ സിനിമാ ചേട്ടൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നതാണ്. പിന്നെ ഞാൻ ഒട്ടും വൈകിച്ചില്ല. സിനിമ എന്നൊരു തുടക്കവും എൻ്റെ വാവച്ചി വിളിച്ച ചേട്ട എന്നൊരു വാക്യം ചേർത്തിട്ട് സിനിമാ ചേട്ടൻ എന്നാക്കിയാലോ. അലക്കി, സിനിമാ ചേട്ടൻ എന്ന് എടുത്ത് ഞാനങ്ങ് അലക്കി. അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ ചാനലിൻ്റെ പേര് സിനിമാ ചേട്ടൻ എന്നാണ്. സിനിമകൾ പറയുന്ന ഒരു ചേട്ടൻ. ഇതൊരു ചെറിയ അപ്ഡേറ്റ് ആണ്. അപ്പോൾ സിനിമാ ചേട്ടൻ എന്ന ഈ ചാനലിൽ ഒരുപാട് സിനിമകളുടെ നല്ല വിശേഷങ്ങളുമായി ഒരുപാട് വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് ഞാൻ ഉറപ്പായി നിങ്ങളുടെ മുന്നിലെത്തും. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാൻ ഇത്തരത്തിൽ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.